നമ്മൾ എപ്പോഴാണ് കുനൂത്ത് ഓതേണ്ടത്? നമ്മൾ ആദ്യം ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ അല്ലെ റുക്കുവിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് സമി അല്ലാഹു ലിമൻ ഹമിദ നമ്മൾ ഇഅ്തിദാലിൽ വരുന്നു. ഇഅ്തിദാലിൽ നമ്മൾ പറയുന്നു എന്ത്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുനൂത്ത് ഓതേണ്ടത്. എങ്ങനെയാ ഖുനൂത്ത് ഓതേണ്ടത്? ആദ്യം ഇമാമാണല്ലോ അല്ലെ, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅ്തൈത് വഖിനാ ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ലീ വലാ യുഖ്ളാ അലൈക് വഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത് ഫലകൽ الحمد على ما قضيت نستغفرك ونتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم ربنا اغفر وارحم وأنت خير الراحمين. ഇതാണ് എൻ്റെ പള്ളിയിൽ ഞാൻ ചൊല്ലാറുള്ള കുനൂത്ത്. ഇത് തന്നെയായിരിക്കും പല ആളുകളും ചൊല്ലാറുള്ളത്. പക്ഷേ മിക്ക ആളുകളും ഇതിനേക്കാൾ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ചിലപ്പോൾ ചൊല്ലുന്നത്. ചിലപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്ന് വരാം. പിന്നെ അവസാനം ചൊല്ലുന്ന സ്വലാത്ത് പല രൂപത്തിലായിരിക്കും ചൊല്ലുന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ കുനൂത്ത് അത് പ്രത്യേകം സുന്നത്താണ്. ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും, റമളാനിന്റെ ആദ്യത്തെ പകുതിക്ക് ശേഷം ഒരാൾ ഒറ്റക്ക് വിത്ർ നിസ്കരിക്കുന്ന ആളാണെങ്കിലും അയാൾക്കും കുനൂത്ത് ഓതൽ മൂന്നാമത്തെ റക്അത്തിലോ അല്ലെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 5ാമത്തെ റക്അത്തിലോ ഈ കുനൂത്ത് ഓതൽ സുന്നത്താണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ ഓതുന്ന സമയത്ത് ഉറക്കെ ഓതേണ്ടതില്ല, പതിയെ ഓതിയാൽ മതി. അതുപോലെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോഴും ഉറക്കെ ഓതണമെന്നില്ല, പതുക്കെ ഓതലാണ് ഏറ്റവും നല്ലത്. ഒരു വീട്ടിൽ ആ പരിസരത്തുള്ള സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് തറാവീഹ് നിസ്കരിക്കുന്ന ഒരു പതിവുണ്ടാവും. അപ്പോൾ അവിടെ ഇനി മുതൽ കുനൂത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് ആമീൻ എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾ ഒറ്റപ്പാടും വെള്ളമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദബാണ് വേണ്ടത്. നിങ്ങളുടെ ശബ്ദം ആരും പുറത്തൊന്നും കേൾക്കണ്ട. അതുകൊണ്ട് വളരെ പതുക്കെയായിരിക്കണം കുനൂത്തൊക്കെ ഓതേണ്ടത്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം.